നമസ്തേ. ഗ്രഹങ്ങളും രത്നങ്ങളും, രത്നനിർണയ രീതികളും രത്നങ്ങളുടെ ഉപയോഗങ്ങളും ചർച്ചയാകുന്ന രത്നശാസ്ത്ര ആരംഭിക്കുകയായി. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രത്തിലേക്ക് സുസ്വാഗതം സർ. നമസ്കാരം. നമസ്തേ. നമ്മൾ മുമ്പുള്ള എപ്പിസോഡുകളിലൊക്കെ ചർച്ച ചെയ്തു വന്നിരുന്ന ഒരു കാര്യമെന്ന് പറയും, നമ്മൾ രത്നങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ മെയിൻ ചർച്ചാ വിഷയം ധനു കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ട് നമ്മൾ, എനിക്ക് തോന്നുന്നു, ഓരോ ലഗ്നത്തെക്കുറിച്ചും രാശിനെക്കുറിച്ചും നമുക്ക് 2-3 എപ്പിസോഡ് ചെയ്താലും ഷോർട്ടായിട്ട് പറഞ്ഞു പോകാവുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഇത്. എന്നാലും നമ്മളത് കഴിയുന്നതും ഷോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ധനു രാശി, അതിൻ്റെ സിമ്പൽ, അത് പറഞ്ഞ് അവിടെ നിർത്താനല്ലേ. ധനുവിൻ്റെ പ്രത്യേകതകളെല്ലാം നമ്മൾ വർണ്ണിച്ച് പോകണമെങ്കിൽ അത് ഒരുപാട് ടൈം എടുക്കും. എനിക്ക് തോന്നുന്നു അതിൽ ലഗ്നാധിപൻ തന്നെ വ്യാഴം ആയിട്ട് വരുമ്പോൾ ഉള്ള പ്രത്യേകതകൾ, അതിൻ്റെ സവിശേഷതകളെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമായിരുന്നു ഈ ലഗ്നത്തിൽ ചൊവ്വ വരുമ്പോൾ, ധനു ലഗ്നത്തിൽ അല്ല ധനുരാശിയിൽ ചൊവ്വ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ ധനു രാശിക്കാർക്ക് അല്ലെങ്കിൽ ലഗ്നക്കാർക്ക് യെല്ലോ സഫയർ, അതുപോലെ തന്നെ ചൊവ്വയുടെ രത്നം, അതുപോലെ തന്നെ സൂര്യൻ്റെ രത്നവും നമുക്ക് സൂട്ടബിൾ ആണ് പക്ഷേ ചാർട്ട് പരിശോധിച്ചതിന് ശേഷം ഉപയോഗിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ ഈ പറയുന്ന ചൊവ്വയുടെയും സൂര്യൻ്റെയും രത്നങ്ങൾ അനുയോജ്യമായിട്ട് വരുമ്പം എന്തായിരിക്കും ഇയാളുടെ ഒരു, അതായത് സൂര്യൻ്റെയും ചൊവ്വയുടെയും രത്നം അവർക്ക് സൂട്ടബിൾ ആണെങ്കിൽ അത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ചൊവ്വയും സൂര്യനും അവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള പൊസിഷനിലാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? ചൊവ്വയും സൂര്യനും റെഡ് എനർജറ്റിക് പ്ലാനറ്റ്സ് ആണ്. ഭയങ്കര എനർജിയും പവർഫുൾ ആയിട്ടുള്ള പ്ലാനറ്റ്സ് ആണ്. അപ്പോൾ ആള് പവർഫുൾ ആയിരിക്കും ഗവൺമെൻറ് തലത്തിൽ. അതുപോലെ എനർജറ്റിക് എല്ലാ കാര്യത്തിനകത്തും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണും. എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കാണും. അപ്പോൾ നമ്മൾ കണ്ട നാട്ടിൽ തന്നെ പല സംഘടനകളും പല കാര്യങ്ങളിലും ഒക്കെ ആൾക്കാർ ഒരു ഓർഗനൈസർ കാണും. അയാൾക്ക് ഒന്നുമില്ലെങ്കിൽ സൂര്യനെയോ ചൊവ്വയോ അയാളുടെ ചാർട്ടിലൊരു ഇൻഫ്ലുവൻസ് വരുത്തും. അത് രണ്ടും നമ്മൾ മൈനസിലാണ് നിൽക്കുന്നെങ്കിൽ ആൾ ഒരു ഇൻട്രോവേർട്ട് പോലെ നിൽക്കും, മുന്നോട്ട് കടന്നു വരത്തില്ല. പറയണമെന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരും. അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പം അങ്ങനെ ഇപ്പോൾ വരുമ്പോൾ ധനുലഗ്നത്തിൻ്റെ നല്ല പൊസിഷനിങ്ങിൽ ചൊവ്വ വരണം. അതായത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് മേടത്തിൽ വരണം. പിന്നെ മകരത്തിൻ്റെ ഉച്ചരാശിയാണ് ചൊവ്വയുടെ. അപ്പോൾ ധനുലഗ്നത്തിൻ്റെ 2ാം ഭാവം എന്ന് പറയുന്നത് 2, അതായത് മകരത്തിൽ ചൊവ്വ നിന്നാൽ, മകര ചൊവ്വ എന്ന് പറയുന്നത് ചൊവ്വ നിന്നാൽ ആൾക്ക് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി ധാരാളം ബിസിനസ്സിനും, കാരണം ഭൂമി കാരകത്വം. അപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, ഈ ചൊവ്വയുടെ എന്തൊക്കെയാണ് ചൊവ്വയെ കൊണ്ട് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ചൊവ്വ നല്ല ഹെൽത്തിയാണ്, ഹെൽത്ത് തരും, ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി, ഭൂമി കാരകത്വമുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ഭൂമി ഉണ്ടാകാൻ, ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ വാങ്ങാൻ കഴിവും ശേഷിയുള്ള ആളായിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ലെവല് പോകുന്നത്. അപ്പം പക്ഷേ അന്നേരം നമ്മൾ ധനുലഗ്നം മകര ചൊവ്വ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കോറിൽ വേണേൽ കൊടുത്താൽ തന്നെ വളരെ ചെറിയ കാരറ്റേജ് മതി. അല്ല, ആളുടെ ടെമ്പർമെൻ്റ് എല്ലാം വ്യത്യാസം വരും പെട്ടെന്ന്. അപ്പോൾ അവിടെ ഈ രത്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അതേസമയം മൂൺ വീക്കാണെങ്കിൽ, മൂൺ അവിടെ ഒരു നീചാവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥ, അതായത് ധനു ലഗ്നം, വൃശ്ചികത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. അങ്ങനെ വന്നാൽ ഈ കോറലിൻ്റെ ക്വാണ്ടിറ്റി നമ്മളങ്ങ് കൂട്ടുക ചെയ്യുന്നത്. കാരണം ലഗ്നത്തിൻ്റെ 2ൽ നിൽക്കുന്നു, 5ാം ഭാവം, 5 എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനസ്സിന് സാന്നിധ്യമുണ്ട്. പൂർവ്വപുണ്യക്ഷേത്രം 5ാം ഭാവം, നമുക്ക് മനസ്സിൻ്റെ മെൻ്റൽ സ്റ്റേജ് വരുന്നുണ്ട്. അപ്പം വൃശ്ചികത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ വൃശ്ചിക കൂറെന്ന് പറയുന്നത് ചൊവ്വയുടെയാണ്. അവിടെ ചന്ദ്രൻ നീചപ്പെട്ട് നിൽക്കുന്നു. അപ്പം മാനസികമായിട്ട് ആൾക്ക് നോക്കുമ്പോൾ കുറച്ച് മൈനസ് പോയിൻറ്റ്സ് ഉണ്ട്. ഞാനൊരു ചാർട്ടുണ്ട്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അന്നേരം കറക്റ്റായിട്ട് അത് മനസ്സിലാവും. അപ്പം നമ്മൾ അങ്ങനെ വരുമ്പം നമ്മൾ ഈ കോറലിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കൂടുതലായിട്ട് കൂട്ടും. ഇപ്പോൾ എന്തെല്ലാം സവിശേഷതകളുള്ള ഒരു ചാർട്ടാണെങ്കിലും ഈ ഏതെങ്കിലും ഒരു പ്ലാനറ്റ് വളരെ റോങ് സൈഡിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു മൈനസ് പോയിൻ്റ് എപ്പോഴും ആളെ ഉണ്ടാവും. ഞാൻ അങ്ങനത്തെ ഒരു ചാർട്ടിലേക്ക്
കിടക്കാം. ഇതിനകത്ത് നമുക്ക് ധനു ലഗ്നം കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ ഉള്ള ഒരു എപ്പിസോഡ് നമ്മൾ പറഞ്ഞു ലഗ്നാധിപൻ തന്നെ വ്യാഴം. ആ വ്യാഴം 4 മീനത്തിൽ സ്വക്ഷേത്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതേപോലത്തെ ഒരു ചാർട്ടാണ്. ഓക്കെ. മീനത്തിൽ വ്യാഴമുണ്ട്, സൂര്യൻ മേടത്തിലുണ്ട്, മനസ്സിലല്ലേ? അപ്പോൾ ഭാഗ്യാധിപനായിരിക്കുന്ന സൂര്യൻ മേടത്തിൽ വന്നു, ചൊവ്വ 3rd ഹൗസിൽ പോയി നിൽക്കുകയാണ്. അപ്പം നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് 3 സപ്പോർട്ടിങ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് വ്യാഴം, ഒന്ന് സൂര്യൻ, ഒന്ന് ചൊവ്വ. 3 വളരെ സപ്പോർട്ടീവാണ്, 3 വളരെ ഫ്രണ്ട്ലി പ്ലാനറ്റ്സ് ആണ്, മനസ്സിലല്ലേ? അപ്പം ഇദ്ദേഹത്തിന് ഹെൽത്ത് സംബന്ധമായിട്ട് നോക്കിയാൽ ഹെൽത്ത് ഉണ്ട്. ഹെൽത്ത് വലിയ പ്രോബ്ലം വരാൻ ചാൻസ് കുറവാണ്, ലഗ്നാധിപനും ബലം ഉള്ളതുകൊണ്ട്. പക്ഷെ ഇതിനകത്ത് ചന്ദ്രൻ നീചത്തിപ്പോയി, നീചപ്പെട്ടു പോയി. അഷ്ടമാധിപൻ ആണ് ചന്ദ്രൻ. ചന്ദ്രൻ പോയി, അനിടം സ്റ്റാറാണ്. അപ്പം ചന്ദ്രൻ നീചപ്പെട്ടു. ഡെബിലിറ്റേഷൻ പൂർണ്ണമായിട്ടും അതിൻ്റെ ഡിഗ്രി വൈസിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും വന്നപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ചില ഹെൽത്ത് ഇഷ്യൂസ് വരാം. മാനസികമായിട്ട് നോക്കിയാൽ ചില കാര്യങ്ങൾ ഭയങ്കര ധൈര്യം തോന്നും. ആൾക്കാർ കാണുമ്പോൾ ഉള്ള ധൈര്യവാനെന്ന് കാണുന്നതിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അല്പം പേടിയും ഭയപ്പാടും ഒക്കെ കാണും. മനസ്സ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രഹം എന്ന് പറയുന്നത് ചന്ദ്രനാണ്. നമ്മുടെ ലങ്സ്, ഹാർട്ട്, ശ്വാസഗതികൾ കംപ്ലീറ്റ് കൈകാര്യം ചെയ്യുന്നത് ചന്ദ്രനാണ്. കാരണം കർക്കിടകം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ, കാലപുരുഷൻ്റെ ഹൃദയഭാഗമാണ്. അതാണ് ചന്ദ്രൻ. അതുകൊണ്ടാണ് നമ്മൾ കർത്തവാവിനൊക്കെ ജനിക്കുന്ന കുട്ടികളിലൊക്കെ, അല്ലെങ്കിൽ കർത്തവാവിന് ജനിച്ച ആൾക്കാർ കൂടുതലായിട്ട് അവർക്ക് ഈ മാനസികമായിട്ടുള്ള, അതായത് ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടൽ, സൈനസൈറ്റിസ്, മാനസികമായ വീക്ക്നെസ്. ഇതിനകത്ത് ഒരുപാട് മെൻ്റൽ വീക്ക്നെസ് പറയാൻ, കാരണം സൂര്യന് ഉച്ചസ്ഥിതിയുണ്ട്. സൂര്യനും ചന്ദ്രനും കൂടെ മോശ സ്ഥലത്ത് പോകുമ്പോഴാണ് തീർത്തും നമുക്ക് ഇതിനകത്ത് ഒരു പ്രതീക്ഷയുള്ള ചാർട്ടാണ്. എങ്കിലും ആ ചന്ദ്രൻ്റെ സ്ഥിതി മോശപ്പെട്ട് നിൽക്കുന്നത്. ചന്ദ്രൻ നമുക്ക് വീക്കായി പോയെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഒരു പ്രായപരിധി കഴിയുമ്പോൾ, ഒരു 40-45 വയസ്സാകുമ്പോൾ തന്നെ പ്രഷറിന് ഗുളിക കഴിച്ചു തുടങ്ങേണ്ട സ്ഥിതി വരും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് മുൻകൂട്ടി തന്നെ മനസ്സിന് സ്ട്രെങ്ത് വരുത്തുന്ന പ്രാണായാമങ്ങളും ബ്രീത്തിങ് എക്സസൈസുകൾ അതൊക്കെ പരിശീലിച്ച് കഴിയുമ്പം അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകും, എനിക്ക് കൺട്രോൾഡായിട്ട് പോകും. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഇവിടെ ചന്ദ്രൻ്റെ ആ ഒരു നീചപ്പെട്ട അവസ്ഥയാണ്, ആ ചാർട്ടാണ്. അപ്പം ആൾക്ക് ഉണ്ടാകാവുന്ന ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പം എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ ഒരു ഈശ്വരാനുഗ്രഹം അറിയണമെങ്കിൽ വ്യാഴത്തിൻ്റെ പൊസിഷൻ നമുക്ക് നോക്കിയാൽ, അതേപോലെ തന്നെ ആളുടെ ഒരു മാനസിക നിലയും ആരോഗ്യവും അറിയണമെങ്കിൽ ചന്ദ്രൻ്റെ ആ ഒരു പൊസിഷനാണ് നമ്മൾ നോക്കുന്നത്. ഈ വ്യക്തിക്ക് ആ രീതിയിലുള്ള ഒരു ഡെബിലിറ്റേഷൻ സംഭവിച്ചത് കൊണ്ട് ഇദ്ദേഹം ശ്രദ്ധിക്കണം. കാരണം ഒരു 50 ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ശ്വാസം മുട്ടൽ പോലെ കാര്യങ്ങളും ഒക്കെ വരാം. ഇതിപ്പോൾ എന്തെല്ലാം, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് നല്ല 3 പ്ലാനറ്ററി പൊസിഷൻ നന്നായിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ട് എല്ലാ കാലവും ഇദ്ദേഹത്തിന് വളരെ സ്മൂത്തായിരിക്കും എന്ന് കരുതരുത്. അങ്ങനെയും കരുതാൻ പാടില്ല. കാരണം ഓരോ ഗ്രഹങ്ങളും അതാത് കാലഘട്ടങ്ങളിൽ അവരുടെ ദശാകാലങ്ങളിൽ അവരുടെ ക്യാരക്ടർ കാണിക്കും അവരെന്താണെന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഒരു 11 വർഷം പുള്ളിക്ക് ശനിയുടെ പീരീഡ്, പുള്ളി 1975 ജനിച്ച ആളാണ്. 86 വരെ, അതായത് 11 വയസ്സും ചില്ലറ മാസം കൂടെ പുള്ളിക്ക് ശരിക്കും ശനിയുടെ പീരീഡായിരുന്നു, ശനിദശയായിരുന്നു. അതിനുശേഷം 17 വർഷം ബുധൻ്റെ പീരീഡായിരുന്നു. 2003 ശേഷം 2010 വരെ കേതുർദശയായിരുന്നു. അപ്പോൾ കേതുവിൻ്റെ പീരീഡ് വന്നപ്പം പുള്ളിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് കയറി വന്നു. ഹെൽത്ത് ഇഷ്യൂസ് വരാൻ കാരണം വെച്ചാൽ ഈ കേതു നിൽക്കുന്ന 6th ഹൗസിലാണ്. 6 പറയുന്ന രോഗസ്ഥാനത്ത് നിന്നപ്പം പുള്ളിക്ക് ആ ചെറുപ്രായത്തിൽ തന്നെ 17, 28 വയസ്സ് മുതൽ 35 വയസ്സ് വരെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചലഞ്ചിങ് പീരീഡായിരുന്നു. ആരോഗ്യപരമായിട്ട് മാത്രമല്ല, പുള്ളിക്ക് ലയബിലിറ്റീസ് വന്നു, കടബാധ്യതകൾ. 6th ഹൗസ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് മാത്രമല്ല, ലയബിലിറ്റി. അപ്പോൾ ചെറുപ്പകാലത്ത് ആണെങ്കിൽ കൂടുതൽ ബാധ്യതകളും എനിമീസും ഒക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത്. എന്ത് കാര്യത്തിൽ തൊട്ടാലും അതിനകത്തൊരു സക്സസ് ഇല്ലാതെ കാണുക,
എന്ത് കാര്യങ്ങളും പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരിക, ആൾക്കാർ തന്നെ നമ്മളെ തെറ്റിദ്ധരിക്കുക, എല്ലാ വളരെ സ്നേഹബന്ധങ്ങളൊക്കെ അവിടെ തകിടം മറിഞ്ഞു പോവുക. കേതു ആകുമ്പോൾ പ്ലാനറ്റ് ഓഫ് ഐസൊലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒറ്റപ്പെട്ട ഒരു ഫീല് ഉണ്ടാക്കിയെടുക്കുന്ന സകല പരിപാടികളും ആ കാലഘട്ടത്തിൽ ഉണ്ടാവും. കാരണം 6th ഹൗസിലായതുകൊണ്ടാണ് പറയുന്നത്. നല്ല പൊസിഷനിലുള്ള കേതുവൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും 6th പൊസിഷൻ നിൽക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പുള്ളി ചെറുപ്പം കൂടെ ആയതുകൊണ്ട് പുള്ളിക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള സാമ്പത്തികവുമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ നമുക്ക് വ്യാഴമുണ്ട്, സൂര്യനുണ്ട്, ചൊവ്വയൊക്കെ ഫേവറബിൾ ആണെങ്കിലും ആ കേതുവിൻ്റെ കാലഘട്ടം പുള്ളിയെ അലച്ചു, സഫർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് ഗുണദോഷ സമ്മിശ്രമാണ് മനുഷ്യ ജീവിതം. നമ്മൾ കാണുന്നത് പോലല്ല. പുള്ളിക്ക് എന്താ കുഴപ്പം, പുള്ളി എപ്പോഴും ഹാപ്പിയാണ്, ഇഷ്ടംപോലെ പൈസയുണ്ട്, കാര്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അയാളോട് ചോദിച്ചാൽ അറിയാം അയാളിതെല്ലാം മാനസികമായ വിഷമത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കെല്ലാവർക്കും ഉണ്ട്. എന്നെ സംബന്ധിച്ച് നമ്മുടെ പേഴ്സണലി നോക്കിയാലും നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. പല കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ തൊഴിൽപരമായിട്ടും ഒക്കെ നമ്മൾ മുന്നാതി നിൽക്കണം. പല മാനസിക പ്രശ്നങ്ങൾ മനുഷ്യനല്ലോ ഉള്ളൂ. അപ്പോൾ നമ്മളിതെല്ലാം ചർച്ച ചെയ്യുകയും കൺസൾട്ട് ചെയ്യുകയും ഒക്കെ നമ്മൾ ഗൈഡൻസ് കൊടുക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് പ്രോബ്ലം ഇല്ലാതെ വരത്തില്ലല്ലോ. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മനുഷ്യരും ഇപ്പോൾ എത്രയോ നല്ല മഹാന്മാരും പുണ്യാത്മാക്കളും സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പോലെയുള്ള ആൾക്കാർ, രമണ മഹർഷി, ഇവരെല്ലാം അവസാന കാലഘട്ടങ്ങളിൽ മുഴുവൻ അസുഖങ്ങളും രോഗങ്ങളും പിടിപെട്ടാണ് പോയത്. അത് വരാൻ പാടില്ലല്ലോ. അപ്പം മനുഷ്യൻ്റെ ജീവിതം സുഖദുഃഖ സമ്മർദ്ദമാണ്. ഒരു ദുഃഖമുണ്ടെങ്കിൽ ഒരു സുഖമുണ്ട്, ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. 7 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി വീണ്ടും മുന്നോട്ട് പോയി. ഒരു ഓവറോൾ പുള്ളിയുടെ ലൈഫ് ടൈമിൽ ഈ 3 പ്ലാനറ്റ്സും പുള്ളിയെ സപ്പോർട്ട് ചെയ്യും. വ്യാഴവും സപ്പോർട്ട് ചെയ്യും, ചൊവ്വയും സപ്പോർട്ട് ചെയ്യും, സൂര്യനും സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ എല്ലാം തന്നെ ഇത് ലഗ്നാധിപൻ 4 ധനു ലഗ്നത്തിൻ്റെ അധിപൻ വ്യാഴം മീനത്തിൽ സ്വന്തം ഹൗസിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു. നല്ലൊരു ഫാമിലി ലൈഫ് നയിക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ള ആളാണ്. നയിക്കും പുള്ളി, ഫാമിലിയെ കൂടെ നിർത്തും. ആ കുടുംബം ചിലപ്പോൾ ഈ ആളായിരിക്കും പുള്ളി താങ്ങി നിർത്തിക്കൊണ്ട് പോകുന്നത്. കുടുംബത്തിനൊരു തൂണ് പോലെ നിൽക്കും. ആ പാർട്ട്ണറെ ഒക്കെ പുള്ളി കൂടെ നിർത്തി ഭംഗിയായിട്ട് കൊണ്ടുപോകും. കാരണം ആ വ്യാഴത്തിൻ്റെ 4th ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുടുംബ ജീവിതം കൂടെയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്. അപ്പോൾ വ്യാഴം ഇവിടെ നന്നായിട്ട്, അപ്പോൾ ഇതിനകത്ത് നല്ല എലോസ് ഓഫ് ഫയർ ഒക്കെ വളരെ സ്യൂട്ടബിളാണ്. റൂബി സ്യൂട്ടബിളാണ്. അതുപോലെ കോറൽസ് വളരെ സ്യൂട്ടബിളാണ്. കാരണം ഈ ചന്ദ്രൻ വൃശ്ചികത്തിൽ നീചപ്പെട്ടപ്പോൾ വൃശ്ചികം രാശി എന്ന് പറയുന്നത് ശരിക്കും ചൊവ്വയുടെ രാശിയാണ്. ചന്ദ്രൻ്റെ 4th ഹൗസിലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് ഈ സ്റ്റോൺ നമ്മൾ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത്. കോറൽസ്, റൂബി, എലോസ് ഓഫ് ഫയർ, ഇത് 3 ആൾക്ക് കൊടുക്കാം. ഇവിടെ ഈ വ്യക്തിക്ക് ഈ ചന്ദ്രൻ്റെ സ്റ്റോണ് തൊടാനേ പറ്റില്ല. തൊട്ടാ പിള്ളി പുള്ളിക്ക് പോലെ ശ്വാസം മുട്ടൽ വലിവും പ്രശ്നങ്ങളുണ്ടാകും. ആസ്മ പെട്ടെന്ന് പെട്ടെന്ന് അഷ്ടമാധിപൻ എന്ന് പറയുന്ന 8ാം ഭാവത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കല്ലുകൾ, 8ാം ഭാവാധിപൻ്റെ പീരീഡ്, 8ലെ ചൊവ്വയുടെ പീരീഡൊക്കെ നമുക്ക് അപകടങ്ങളും ഇതുമെല്ലാം വരുത്തും. അതാ ചൊവ്വയുടെ ക്യാരക്ടർ. അതാ പുള്ളി ഒരു ബ്ലഡ് റിലേറ്റഡ് ആളായതുകൊണ്ട് ആണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് മുഴുവൻ 8ൽ ചൊവ്വയുടെ പീരീഡിലുമൊക്കെയാണ് കൂടുതലായിട്ട് സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ അപ്പോൾ ചന്ദ്രൻ വന്നപ്പോൾ ചന്ദ്രൻ അത്തരത്തിലുള്ളൊരു അപകടകാരിയല്ല. പുള്ളി മാനസികമായിട്ടായിരിക്കും നമ്മളെ തളർത്തുന്നത്. അപ്പോൾ 8th ഹൗസിലെ ചൊവ്വയുടെ ചന്ദ്രൻ്റെ പീരീഡ് വരുമ്പോൾ മാനസികമായിട്ടൊക്കെ ഭയങ്കര ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അമ്മ നഷ്ടപ്പെട്ടു പോകാനായിട്ട് അമ്മയുടെ ഒരു ടൈം ദോഷം. കാരണം വീട്ടിൽ വളരെ ഇപ്പം നമ്മളെ മൂത്ത ഒരാൾ 5 പിള്ളേരുണ്ടെങ്കിൽ മൂത്ത ഒരാളുടെ ആണ് ചാർട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ഈ ചന്ദ്രൻ്റെ ദശാകാലം വന്നു, ചന്ദ്രൻ വളരെ മോശമാണെങ്കിൽ അമ്മയ്ക്കൊരു മോശ സമയം. അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആണല്ലേ അത്. മൂത്തയാളുടെ ഇപ്പം സൂര്യനാണെങ്കിലോ അച്ഛനായിരിക്കും ബാധിക്കുന്നത്. അച്ഛന് ചിലപ്പം അച്ഛൻ്റെ ജോലി നഷ്ടപ്പെട്ടു, അച്ഛൻ ചിലപ്പോൾ കടപ്പെട്ടു പോവുക,
അല്ലെങ്കിൽ മരണം സംഭവിച്ചു പോവുക, അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഈ അഷ്ടമത്തിലൊക്കെ നിൽക്കുന്ന ചന്ദ്രൻ്റെ പീരീഡ്, ഇപ്പോൾ മദറിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആൾക്ക് സമയത്തെത്താൻ പറ്റത്തില്ല, അവിടെ ആളുടെ പ്രസൻസ് കാണത്തില്ല. ഗൾഫിലൊക്കെ ജോലിയാണെങ്കിൽ സമയത്ത് ഓടി ലീവ് കിട്ടുകയില്ല, അവിടെ ആ സമയത്ത് മരണ സമയത്ത് കാണത്തില്ല. അല്ലെങ്കിൽ അവധിക്ക് പോയിട്ട് അമ്മയുടെ കൂടെ ഹോസ്പിറ്റലൊക്കെ എന്നിട്ട് തിരിച്ചിങ്ങോട്ട് പോകുന്നു, ഇവിടെ വരുമ്പോഴായിരിക്കും അമ്മ പോകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് അഷ്ടമത്തിൽ ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ വരുന്ന ആ ഒരു പ്രശ്നങ്ങൾ എന്തായിരിക്കും ആൾ നേരിടുന്ന ആ ഒരു സാഹചര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് വന്നത്. ഇപ്പം സാറ് പറയുകയുണ്ടായി ചന്ദ്രൻ അങ്ങനെ അഷ്ടമത്തിൽ നിൽക്കുമ്പം ആ വ്യക്തി നേരിടാൻ സാധ്യതയുള്ള ഒരു അവസ്ഥകളെ എന്ന് പറഞ്ഞാൽ 8th ഹൗസ്, ലഗ്നത്തിൻ്റെ 8th ഹൗസിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും ആ ഗ്രഹങ്ങളുടെ കാലഘട്ടങ്ങളും എപ്പോഴും ചെറിയൊരു നഷ്ടക്കളികൾക്ക് കാരണമാവും. അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, ആ ചന്ദ്രൻ്റെ കാലഘട്ടം വരുമ്പം ആണ് അമ്മയ്ക്ക് സുഖമില്ലാതായി പോവുക, കിടപ്പിലായി പോവുക, അമ്മ നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ ഏതാണ് ഈ പറയുന്ന ഗ്രഹം എന്നുള്ളത്, ആ ഗ്രഹത്തിൻ്റെ ക്യാരക്ടർ നോക്കുന്നത്. ഇപ്പം നമുക്ക് ധനുലഗ്നത്തിൻ്റെ 2ാം ഭാവം എന്ന് പറയുന്നത് ശനിയാണ്. ശനി പോയി അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിദശാകാലത്ത് നമുക്ക് ഫൈനാൻഷ്യലായിട്ടായിരിക്കും ചിലപ്പം ചലഞ്ചസ് കൂടുതൽ വരുന്നത്. പക്ഷേ ഈ ചന്ദ്രൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെയധികം ഹെൽത്ത്, ഈവൻ ചെറുപ്രായത്തിൽ പോലും വളരെ ഹെൽത്ത് ശ്രദ്ധിക്കണമെന്ന് കാണിക്കും. ഞാൻ അങ്ങനെ ഒരു ചാർട്ടും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നാൽ കൂടുതലായിട്ട് മനസ്സിലായി. ഇത് പക്ഷേ ലഗ്നം വൃശ്ചിക ലഗ്നമാണ്. ഈ ചന്ദ്രൻ്റെ സ്ഥിതി പറയാൻ വേണ്ടി മാത്രം. 8th ഹൗസിൽ നമുക്ക് സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ, കേതു, 3 ഗ്രഹങ്ങളും ഒരു ഛായാഗ്രഹവും അടങ്ങിയിരിക്കുന്ന ഈ 8th ഹൗസ്. പിന്നെ പുള്ളി ജനിച്ചിരിക്കുന്ന ചതുർദശി എന്ന് പറയുന്ന തിഥിയിലാണ്. തിഥികളുണ്ടല്ലോ, പ്രഥമ, ദ്വിതീയ. അതിനാ തിഥി ചതുർദശി എന്ന് പറയുമ്പോൾ അമാവാസിയുടെ തലേ ദിവസം, ഓൾമോസ്റ്റ് അമാവാസിയെ എത്തി. ചതുർദശിയിലും ഒരു ഓസ്പീഷ്യസ് ഡേ ഒന്നുമല്ല, നല്ല കാര്യങ്ങളൊന്നും ചതുർദശിയിലും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ആ അമാവാസി തന്നെയെന്ന് വേണം നമുക്ക് പറയാം. ഇദ്ദേഹത്തിൻ്റെ മൂൺ, ചന്ദ്രനും സൂര്യനും ഒരു കൺജക്ഷൻ വന്നുകൊണ്ടാണല്ലോ ഈ അമാവാസി എടുത്തത്. അപ്പം ചന്ദ്രൻ തീർത്തും വീക്കായി. അപ്പോൾ ഇദ്ദേഹത്തിന് 30ാമത്തെ വയസ്സിൽ ഹാർട്ടിന് ഇഷ്യൂ വന്നു. 30 years. അതുകൊണ്ടാണ് ഈ ചാർട്ട് ഞാൻ 92-ലെ ചാർട്ടായത്. ഹാർട്ട് ഇഷ്യൂ വന്നു. അപ്പം ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ട്. ഇദ്ദേഹം പുറത്താണ് ജോലി ചെയ്യുന്ന, പുള്ളി മിഡിൽ ഈസ്റ്റിലാണ് ചെയ്യുന്നത്. അപ്പം വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടി പോയ കാലഘട്ടങ്ങളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ. അപ്പം ഇദ്ദേഹത്തിന് ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ചൊവ്വായ്ക്ക് ഒരു അനുകൂല സ്ഥിതിയുണ്ട്. ലഗ്നാധിപനായിരിക്കുന്ന ചൊവ്വ മേടത്തിൽ നിൽപ്പുണ്ട്. 6th ഹൗസിലാണ് നിൽക്കുന്നതെങ്കിലും ആ ചൊവ്വയ്ക്കൊരു ഇമ്പോർട്ടൻസ് ഈ ചാർട്ടിൽ വന്നു. മൂണിൻ്റെ 11th ഹൗസിൽ വന്നു ചൊവ്വ, ലഗ്നത്തിൻ്റെ 6th ഹൗസിൽ വന്നു. അപ്പം നോക്കൂ, ഇവിടെ ഈ ചൊവ്വ മാത്രമേ ഉള്ളൂ പുള്ളിക്കൊരു സപ്പോർട്ടിങ് പ്ലാനറ്റായിട്ട് കാണുന്നുള്ളൂ. അത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്ലസ് പോയിൻ്റാണ്. ശരിക്കും അദ്ദേഹത്തിന് കോറൽസാണ് ഞാനത് കൊടുത്തത്, സജസ്റ്റ് ചെയ്തിരിക്കുന്നല്ലേ. ഈ കോറൽ കൊടുത്തിട്ട് പുള്ളി ഉപയോഗിക്കുന്നുണ്ട്. ആ കോറൽ ഒഴിച്ചതിന് ശേഷം പുള്ളിക്ക് മെൻ്റലി പുള്ളിക്ക് ഇച്ചിരി സ്ട്രെങ്ത് വന്നെന്നാണ് പുള്ളി പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പറഞ്ഞ പോലെ ഈ പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ വക്കിന് വന്ന് നിൽക്കുമായിരുന്നു. അതിനൊക്കെ ഒരു തീരുമാനമായി. കുറച്ചുകൂടെ എനർജി വന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ അദ്ദേഹത്തിനോട് ബ്രീത്തിങ് എക്സസൈസ് പതിവായിട്ട് ചെയ്യണമെന്നുള്ളത് അതുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഈ സൂര്യനും അഷ്ടമത്തിൽ പോയത് കാരണം പ്രോപ്പർ സൺലൈറ്റ്, സൂര്യപ്രകാശം, ഇദ്ദേഹം ചെയ്യേണ്ടത് സൂര്യപ്രകാശവും, അതായത് രാവിലത്തെ നടപ്പും നല്ല ബ്രീത്തിങ് എക്സസൈസും, ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എക്സസൈസുകളും ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എല്ലാം സുഖപ്പെടുത്താന്നല്ല പറയുന്നത്, അങ്ങനെയില്ല. കാരണം പുള്ളിയുടെ ബർത്ത് ചാർട്ട് ചെയ്തു, പുള്ളി ആ ബർത്തിലെ ചില മൈനസ് പോയിൻറ്റ്സ് ഉണ്ട്.
അത് കുറച്ച് നമ്മൾ പ്ലസ് ആക്കി എടുക്കാമെന്ന് മാത്രമല്ലാതെ അത് മുഴുവൻ പാടെ ഒരു കല്ല് മേടിച്ചിട്ടിട്ടോ ഒന്നും ചെയ്യാൻ പറ്റും. ഇതെപ്പോഴും നമുക്കിതിൻ്റെ പുറകിൽ ഇങ്ങനെ നിൽപ്പുണ്ടാവും. പക്ഷെ അതിനെ നമ്മൾ അതിജീവിക്കത്തക്ക രീതിയിൽ പ്രകൃതി തന്നെ നമുക്ക് ഒരുപാട് ഗൈഡൻസ് തന്നിട്ടുണ്ട്. ഈ പ്രാണായാമമൊക്കെ ചെയ്താൽ സ്ലോലി ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം പുള്ളിക്ക് ഹാർട്ടിൻ്റെ ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് എക്സസൈസുകൾ മൈൽഡ് ആയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസൊക്കെ ഓക്കെ പറ്റും. അതൊക്കെ ചോദിച്ചിട്ട് ചെയ്തോളാം. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന റെഡ് കോറൽ ഒരു 5 ക്യാരറ്റ്സിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളൂ. 6th നിൽക്കുന്നത്. ഒരുപാട് നമ്മൾ കൊടുത്തില്ല. അതിനിപ്പോൾ ഒരു മീഡിയം ലെവലിൽ ആണ് പുള്ളിക്ക് ഞാൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സാർ പറഞ്ഞ ആൾക്കത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഒരു മനോബലം അല്ലെങ്കിൽ മാനസികമായിട്ട് ആൾക്കൊരു റെഡ് എനർജി വരുമ്പോൾ, കാരണം സൂര്യനും റെഡ് എനർജി ചേരുന്നത്, സൂര്യൻ അഷ്ടമത്തിലായതുകൊണ്ട് സ്റ്റോൺ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ റെഡ് എനർജി കിട്ടുന്നത് ചൊവ്വായിക്കാണ്. അപ്പോൾ വന്നപ്പോൾ പുള്ളിക്ക് ആ റെഡ് എനർജി വന്നു. പുള്ളിക്ക് ചൊവ്വയാകുമ്പോൾ കുറച്ച് ഒരു നായകനാണ്, സേനാപതിയാണ് ചൊവ്വ. അതുകൊണ്ട് പുള്ളിക്ക് പ്രൊമോഷൻ ഒക്കെ പെട്ടെന്ന് പുള്ളിക്ക് കിട്ടി. പുള്ളിക്ക് കുറച്ചുകൂടെ പ്രസന്നത വന്നു. ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതുപോലെ റെഡ് കളേർഡ് ആയിട്ടുള്ള പറഞ്ഞ പോലെ ബ്ലാക്ക് റൈസിൻസ്, പൊമിഗ്രനൈറ്റ്, വാട്ടർമെലണ്, ഇങ്ങനെയുള്ളതൊക്കെ ഫ്രൂട്ട്സുകൾ. ഒരുപാട് തണുത്ത ഐറ്റംസ് ഒന്നും കഴിക്കാനും പറ്റത്തില്ല കേട്ടോ. ചന്ദ്രൻ 8th ഹൗസിൽ നിൽക്കുന്നവർക്ക് ഒരുപാട് തണുത്ത ഐറ്റംസ് കൊടുത്ത് കഴിച്ചാൽ അവർക്ക് വീണ്ടും നോസ് ബ്ലോക്കും കാര്യങ്ങളും ത്രോട്ടും ഒക്കെ വരും. അപ്പോൾ ഈ വ്യക്തിക്ക് ഈ പറയുന്ന ചന്ദ്രൻ്റെ ഒരു സ്റ്റോണും തൊടാനേ പറ്റില്ല. ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങളുടെ ഹെൽത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഒരു സമാധാനമുണ്ട്. ഹെൽത്താണല്ലോ നമുക്ക്, ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറഞ്ഞത് അല്ലേ കറക്റ്റ്. അപ്പോൾ അത് മാത്രം ഒട്ടും നമുക്കൊരു വിട്ടുവീഴ്ചയില്ലാതെ നോക്കണം. നടക്കുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, സെലക്റ്റഡ് ആയിട്ടുള്ള നല്ല ഫുഡ് കഴിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വ്യത്യാസം സ്ലോലി ചേഞ്ചസ് സംഭവിക്കും. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ധാരാളം വിവരങ്ങളുണ്ടായിരുന്നു. നമുക്ക് 1-2 ചാർട്ടുകൾ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവച്ചു. ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും അതുപോലെ തന്നെ ദുഃഖങ്ങളും എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു ജീവിതമാണ്. അതും ഒരു ഈശ്വരൻ്റെ വരദാനമായിട്ട് കണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. നമ്മുടെ ബാഡ് ടൈം എപ്പോഴും നമ്മുടെ ട്രെയിനിങ് പീരീഡാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത്, അന്ന് കരുതിയാൽ മതി. ഒരു ട്രെയിനിങ് പീരീഡിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. അത് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ളത് നമുക്ക് കൃത്യമായിട്ടൊരു ബോധം അടുത്ത ലെവലിൽ കിട്ടും. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അടുത്തൊരു എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.